ഡോക്ടർ നേരത്തെ നമ്മൾ കിഡ്നി രോഗങ്ങളെക്കുറിച്ച് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു നമ്മളിപ്പോൾ കാണുന്ന 100 പേരിൽ 10 പേര് കിഡ്നി രോഗികളാകാം. പക്ഷേ ഇത് അവരറിയുന്നില്ലെന്നേ ഉള്ളൂ. അതെന്താ അങ്ങനെ പറയാം? ഒരു രോഗം ഉണ്ടെങ്കിൽ അറിയണ്ടേത്. അതെ, ഈ കിഡ്നി വളരെ സൈലൻ്റായിട്ട് വർക്ക് ചെയ്യുന്നൊരു അവയവമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ രോഗം വരുന്നത് അറിയില്ല, അതിന് ബാഹ്യ ലക്ഷണങ്ങളൊന്നുമില്ല. ബാഹ്യ ലക്ഷണങ്ങൾ വരുമ്പോഴത്തേനും 50% അല്ല 60% കിഡ്നി ഫെയിൽ ചെയ്യുമ്പോഴേ പുറമേ ലക്ഷണങ്ങൾ വരുള്ളൂ. അതേസമയം നമ്മൾ പരിശോധിച്ചാൽ, ഒരു രോഗിയെ പരിശോധിച്ചാൽ ഡോക്ടർക്ക് അറിയാൻ പറ്റും വൃക്കരോഗം ഉണ്ടെന്ന്. ഒരു രോഗിക്ക് അറിയണമെങ്കിൽ ചില ലക്ഷണങ്ങളുണ്ട്, ബാഹ്യ ലക്ഷണങ്ങൾ. പക്ഷേ ബാഹ്യ ലക്ഷണം വരുമ്പോഴത്തേനും 60% കേട് വന്നു പോകും. ബാഹ്യ ലക്ഷണം എന്താണെന്ന് നമ്മൾ ചോദിച്ചാൽ പറയാം. ഇപ്പോൾ മുഖത്ത് നീര്, അല്ലെങ്കിൽ കാലിൽ നീര്, രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ കണ്ണിൻ്റെ അടിഭാഗത്ത് നീർക്കെട്ട്, കുറച്ച് യാത്ര ചെയ്ത് കഴിയുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ കാലിൽ നീര്, രാവിലെ ആകുമ്പോൾ അത് പോവും. ഇതാണ് ആദ്യത്തെ ലക്ഷണം. അതല്ലേ വിശപ്പില്ലായ്മ, നടുവേദന, കൈകാലുകൾക്ക് വേദന, പേശികൾക്ക് വേദന, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വളർച്ചകളുടെ മരുന്ന് കഴിച്ചാലും വളർച്ച മാറുകയില്ല. പിന്നെ ബ്ലഡ് പ്രഷർ കൂടുക. ഒരു 30 വയസ്സുകാരന് ബ്ലഡ് പ്രഷർ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് കിഡ്നിയുടെ അസുഖമാണ് ഏറ്റവും പ്രധാന കാരണം. അപ്പോൾ അങ്ങനെ ഒരു കാരണം കണ്ടുപിടിക്കപ്പെടുകയാണ്. രോഗിയെ സംബന്ധിച്ചിടത്തോളം ഒന്നും അറിയില്ല. പക്ഷെ അറിയുമ്പോഴത്തേന് ഈ പറഞ്ഞ പോലെ 50% 60% കേടുവരും. പിന്നെ കാര്യക്ഷമമായി നോക്കുന്ന ഒരാൾക്ക് മൂത്രത്തിൻ്റെ അളവ് കുറയുകയാണെങ്കിൽ വൃക്കയ്ക്ക് രോഗമാണെന്നറിയാം. അത് അധികം പേരും ശ്രദ്ധിക്കത്തില്ല. പക്ഷേ ചിലർ പറയും ഞങ്ങൾ മൂത്രം ഒഴിക്കുന്ന കുറവായി പോകുന്നു, അത് വൃക്കരോഗ കാരണമാണ്. രാത്രി എണീറ്റ് പല പ്രാവശ്യം മൂത്രം ഒഴിക്കേണ്ടി വരിക, പ്രായമുള്ളവരല്ല ചെറുപ്പക്കാരില്ല. അങ്ങനെ വന്നാൽ വൃക്കരോഗത്തിന് കാരണമാണ്. അല്ല അടിക്കടി എപ്പോഴെപ്പോഴും മൂത്രം ഒഴിക്കേണ്ടി വരിക, ഇതൊക്കെ വൃക്കയ്ക്ക് ഒരു രോഗം വന്നുള്ള ലക്ഷണമാണ്. അപ്പോൾ അങ്ങനെ ഒരു ലക്ഷണം കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കൂടുതൽ പരിശോധന നടത്തണം. ഇതിപ്പോൾ ഈ ലക്ഷണങ്ങൾ കാണുമ്പോഴാണ് ഡോക്ടർ പരിശോധന. അപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു 60% കിഡ്നി ഡാമേജ് സംഭവിച്ചു കഴിയുമ്പോഴേ ലക്ഷണങ്ങൾ കാണിക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ നമുക്കൊരു പരിഹാരം എന്താണ് ഇതിനകത്ത്? സ്ക്രീനിങ് നടത്തി കണ്ടുപിടിക്കുകയാണ്, എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ പരിഹാരം റെഗുലറായി മെഡിക്കൽ ചെക്കപ്പ് നടത്തണം. ഒരു 35 വയസ്സ് കഴിഞ്ഞാൽ നിർബന്ധമായും വർഷത്തിലൊരിക്കൽ നിർബന്ധമായും നമ്മുടെ രക്തവും മൂത്രവും പരിശോധിക്കണം. സിമ്പിൾ ടെസ്റ്റ്, വെറും ഒരു യൂറിൻ അനാലിസിസ് ചെയ്താൽ വൃക്കയ്ക്ക് എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ അത് കാണിക്കും. യൂറിനിൽ ആൽബുമിൻ, അല്ലെങ്കിൽ മൈക്രോ ആൽബുമിൻ, യൂറിനിൽ രക്തത്തിൻ്റെ അംശം, അല്ലെങ്കിൽ പഴുപ്പിൻ്റെ അംശം, അല്ലെങ്കിൽ ക്രിസ്റ്റലുകൾ, ഇങ്ങനെ എന്തെങ്കിലും പോകുന്നുണ്ട് വൃക്കയ്ക്ക് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ മൂത്രപരിശോധന എന്നറിയാം. അപ്പോൾ ഒരു വർഷത്തിലൊരിക്കലൊരു ചെക്കപ്പ് ചെയ്യണം. ഒന്ന്, അത് സാധാരണ ആരോഗ്യമുള്ള ഒരാൾ. കുടുംബത്തിൽ ആർക്കെങ്കിലും വൃക്കരോഗം ഉണ്ടെങ്കിൽ അവർ തീർച്ചയായും 6 മാസത്തിലൊരിക്കൽ ചെക്കപ്പ് ചെയ്യണം. അല്ലെങ്കിൽ ഒരു പ്രമേഹ രോഗമുള്ള ഒരു ഫാമിലി ആണെങ്കിൽ അവരും തീർച്ചയായിട്ടും ചെക്കപ്പ് ചെയ്യണം. ഈ ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിന് പ്രമേഹമുള്ള ആളാണെങ്കിൽ, അല്ലെങ്കിൽ രക്തസമ്മർദ്ദമുള്ള ആളാണെങ്കിൽ തീർച്ചയായും 6 മാസത്തിലൊരിക്കൽ യൂറിനൊക്കെ ചെക്ക് ചെയ്യണം, ബ്ലഡ് ചെക്ക് ചെയ്യണം. ഈ കിഡ്നിക്ക് കേട് വരുന്നുണ്ടോ എന്ന് നോക്കണം. ചില അത് സൈലൻ്റായിട്ടാണല്ലോ കേട് വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയാൽ തീർച്ചയായിട്ടും കാണാൻ പറ്റും. ഈ കിഡ്നി ഡിസീസ് ഇപ്പോൾ വന്നു എന്നിരിക്കട്ടെ, ഒരാൾക്ക് കിഡ്നി ഡിസീസിൻ്റെ സ്റ്റാർട്ടിങ് വന്നാൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? ഡോക്ടറെ കൺസൾട്ട് ചെയ്താൽ കിഡ്നിക്ക് 100 തരം രോഗങ്ങളുണ്ട്. അപ്പോൾ ഡോക്ടർ ചുമതല ഏത് തരം രോഗമാണ് ഈ പേഷ്യൻറ്റിന് വന്നിട്ടുള്ളതെന്ന് ആദ്യം കണ്ടുപിടിക്കും. അത് കണ്ടുപിടിച്ചിട്ട് ആ രോഗത്തിന് എന്ത് ചികിത്സ വേണ്ടതെന്ന് തീരുമാനിക്കും. ഇനിയിപ്പോൾ ആ രോഗം കുടുംബപരമായിട്ടുള്ള രോഗമാണോ, ജന്മനാലുള്ള രോഗമാണോ, മാറുന്ന രോഗമാണോ, അതോ വർഷങ്ങളോളം ഉള്ളിലുണ്ടാകുന്ന രോഗമാണോ, ഭക്ഷണത്തിൽ നിന്ന് വന്നതാണോ എന്നത് കണ്ടുപിടിച്ചിട്ട് അതിന് പ്രതിവിധി നിശ്ചയിക്കാൻ സാധിക്കും. ഈ കിഡ്നി ഡിസീസിൻ്റെ ബാഹ്യ ലക്ഷണങ്ങളെക്കുറിച്ച് ഡോക്ടർ പറഞ്ഞല്ലോ. രോഗം വരുന്നത് ലേറ്റായിട്ടാണെന്നും പറഞ്ഞു. അതെ, രോഗലക്ഷണങ്ങൾ പുറമേ കാണുന്ന ലേറ്റ്. ഇത് വരാതിരിക്കാൻ നമുക്കൊരു പ്രിവെൻറ്റീവ് ആസ്പെക്റ്റിൽ നമുക്ക് എന്ത് ചേഞ്ചസ് വരുത്താം? ശരി, പ്രിവെൻറ്റീവ് ആസ്പെക്റ്റിൽ നമുക്ക് ഒരുപാട് സംഗതി ചെയ്യാനുണ്ട്. ഒന്നാമത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റണം. അതായത് നമ്മുടെ ഭക്ഷണ രീതി, നമ്മുടെ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ കുറയ്ക്കണം, നമ്മൾ കഴിക്കുന്ന ഉപ്പ് കുറയ്ക്കണം, ആവശ്യമുള്ള വെള്ളമേ കുടിക്കാവൂ, ആവശ്യമുള്ള വെള്ളം കുടിക്കണം, വെള്ളം കുടിക്കാതിരിക്കരുത്. പിന്നെ ഈ അനാവശ്യമായി മരുന്നുകൾ കഴിക്കരുത്, പ്രത്യേകിച്ച് വേദന സംഹാര ഗുളികകൾ. കൗണ്ടറിൽ പോയി ചോദിച്ചിട്ട് ഒരു പാരസെറ്റമോൾ കഴിക്കുക, അല്ലെങ്കിൽ ബ്രൂഫൻ പോലത്തെ ഗുളിക കഴിക്കുക. അതൊക്കെ കഴിച്ചാൽ കിഡ്നിയിൽ വളരെ കേടുവരും. പിന്നെ വെയിറ്റ് കൂടാൻ പാടില്ല, ഓവർ വെയിറ്റ് വരാൻ പാടില്ല. എക്സസൈസ് ആവശ്യമാണ്, ശരീരത്തിന് ആവശ്യമുള്ള എക്സസൈസ് വേണം. അനാവശ്യമായ ഭക്ഷണങ്ങൾ കഴിക്കരുത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കുടുംബത്തിൽ ആർക്കെങ്കിലും പ്രമേഹം, രക്തസമ്മർദ്ദമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്കും ആ രോഗം വരാമെന്നും അതുമൂലം കിഡ്നിക്ക് തകരാറാകും എന്ന് സാധ്യതയുണ്ടെന്നും നാം മനസ്സിലാക്കിയിരിക്കണം. പിന്നെ അധികം ഈ വിവരം കൃത്യമായിട്ട് അറിയാത്ത ചില മരുന്നുകൾ,
അതായത് ചില ഭസ്മങ്ങൾ, ചില ലേഹ്യങ്ങൾ, ചില മെഡിസിൻ എന്താണെന്ന് വ്യക്തമായി അറിയാൻ വയ്യാത്ത മരുന്നുകൾ വാങ്ങിക്കഴിക്കരുത്. ചിലരിപ്പം ശരീരം നന്നാകാനെന്ന് പറഞ്ഞ് ചില മരുന്നുകൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് അല്ലാതൊക്കെ വാങ്ങിക്കഴിക്കും. അതിൻ്റെ ഉള്ളിലുള്ള കണ്ടൻസ് എന്താണെന്ന് അറിയാതെ കഴിച്ചു കഴിഞ്ഞാൽ അത് കിഡ്നിക്ക് കേടുവരും. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. പിന്നെ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ കരപ്പൻ, ചൊറി, ചരങ്ങ്, ടോൺസിലൈറ്റിസ് ഇതൊക്കെ കിഡ്നിക്ക് കേടുവരും. അപ്പോൾ അതൊക്കെ അങ്ങനെ വന്നാൽ ഉടനെ തന്നെ അതിൻ്റെ ഡോക്ടറെ കണ്ടിട്ട് അതിന് ചികിത്സ എടുക്കണം. സ്വന്തമായി ചികിത്സിക്കാൻ പാടില്ല. ഒരസുഖവും സാരമില്ല എന്ന് കൊണ്ടുപോകാനും പാടില്ല. ഈ കിഡ്നി ഡിസീസിനെ കുറിച്ച് ഡോക്ടർ നേരത്തെ പറഞ്ഞല്ലോ, വെള്ളം കുടിക്കണം, ആവശ്യമുള്ള വെള്ളം കുടിക്കണം, ആവശ്യത്തിലുള്ള വെള്ളം കുടിക്കുകയും വേണമെന്ന് പറഞ്ഞു. ഈ പലപ്പോഴും വെള്ളം കുടിയുടെ അളവിനെ കുറിച്ചൊരു കോൺഫ്ലിക്റ്റ് പലപ്പോഴും ഉണ്ട്. ചിലർ ഒരുപാട് വെള്ളം കുടിക്കുന്നവരുണ്ട്, കുറച്ച് കുടിക്കുന്നവരുണ്ട്. ഇത് ഏതാ ശരി? സാധാരണ ഒരാൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഒരു 1.5 ലിറ്റർ മൂത്രം ഒരു ദിവസം ഉണ്ടാവും. അങ്ങനെ ഒരു 1.5 ലിറ്റർ മൂത്രം ഉണ്ടാവണമെങ്കിൽ നമ്മൾ മിനിമം 2 ലിറ്ററെങ്കിലും വെള്ളം ഒരു ദിവസം കുടിച്ചിരിക്കണം, ശുദ്ധമായ വെള്ളം. എന്നാലേ നമുക്ക് 1.5 ലിറ്റർ മൂത്രം കിട്ടുള്ളൂ. ചില അസുഖങ്ങൾക്ക്, അതായത് കിഡ്നിയിൽ കല്ലുണ്ടാവുക, മൂത്രത്തിൽ പഴുപ്പുണ്ടാവുക, ഇങ്ങനത്തെ അസുഖങ്ങൾക്ക് ഒരു 2.5-3 ലിറ്ററോളം വെള്ളം കുടിക്കണം. എന്നാലേ കല്ലൊന്നും ഉള്ളിൽ പോകാതെ ഉള്ള കല്ല് അലിഞ്ഞു പോകാനൊക്കെ സഹായിക്കുള്ളൂ. അതേസമയം നീരുള്ള ചില രോഗങ്ങളുണ്ട്, നെഫ്രൈറ്റിസ്, നെഫ്രോട്ടിക് സിൻഡ്രോം എന്നൊക്കെ പറയും. അവർക്ക് ശരീരത്തിൽ നീര് കെട്ടി നിൽക്കുമ്പോൾ അധികം വെള്ളം കുടിച്ചാൽ നീര് കൂടും. അപ്പോൾ അങ്ങനെയുള്ള രോഗികൾക്ക് വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കണം. 1 ലിറ്റർ താഴെ പാടുള്ളൂ. അത് ഡോക്ടർ നിശ്ചയിക്കും. അപ്പോൾ ചില അസുഖങ്ങൾക്ക് വെള്ളം കൂടുതൽ കുടിക്കണം. നീര് പോലുള്ള അസുഖമുള്ളവർ വെള്ളം കുറച്ച് കുടിക്കണം. കിഡ്നി ഫെയിൽ ചെയ്യുന്ന രോഗികൾക്ക് വെള്ളത്തിൻ്റെ അളവ് കുറവേ പാടുള്ളൂ. എന്നുവെച്ചാൽ കിഡ്നിക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു മിഥ്യാധാരണ ഉണ്ട്, ധാരാളം വെള്ളം കുടിച്ചാൽ കിഡ്നിയൊക്കെ ശരിയാവും. അതും ശരിയല്ല. അധികമായാലും അമൃതും വിഷമെന്നാണല്ലോ പഴഞ്ചൊല്ല്. അപ്പോൾ അധികം അങ്ങനെ വെള്ളം കുടിക്കുന്നത് നല്ലതല്ല. ശരീരത്തിന് ആവശ്യത്തിൽ കൂടുതൽ കുടിക്കേണ്ട കാര്യമില്ല. പിന്നെ കൂടുതൽ വേർക്കുക, കൂടുതൽ പുറത്ത് അധ്വാനം ചെയ്യുക, അങ്ങനെയുള്ള ആളുകൾക്ക് ദാഹം കൂടുതലുണ്ടെങ്കിൽ വെള്ളം അധികം കുടിക്കാം, അതിന് സംശയമില്ല. വെറുതെ ഇരിക്കുന്നവർ അങ്ങനെ വെള്ളം കുടിക്കേണ്ട കാര്യമില്ല. ചിലരിപ്പോൾ രാവിലെ തന്നെ ഒരു 3 ഗ്ലാസ് വെള്ളം കുടിക്കും, ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് പിന്നെയും 3 ഗ്ലാസ് വെള്ളം. അതിൻ്റെ ആവശ്യമില്ല. അത് വെറുതെ കിഡ്നിയെ ടാക്സ് ചെയ്യുകയാണ്. അതിൻ്റെ ആവശ്യം. കിഡ്നി ഡിസീസ് ഉള്ളവർക്ക് ഒരുപാട് ആഹാര നിയന്ത്രണങ്ങൾ പലപ്പോഴും പറയാറുണ്ടല്ലോ. അതൊന്ന് പറയാം. കിഡ്നി രോഗം വരുമ്പോൾ ആഹാരങ്ങൾ ഒരുപാട് നിയന്ത്രിക്കണം. കിഡ്നി രോഗമില്ലാത്ത അവസ്ഥയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാം എന്ത് കഴിച്ചാലും നമ്മുടെ ഉള്ളിലത്തെ അന്തരീക്ഷം കിഡ്നി പെർഫെക്റ്റായിട്ട് വെക്കും. ഇപ്പോൾ 10 ഗ്ലാസ് വെള്ളം കുടിച്ചാലും ഒരു കുഴപ്പം വരില്ല. അതിലൊരു 1/4 കിലോ ഉപ്പ് തിന്നാലും ഒരു കുഴപ്പം വരില്ല. അതേസമയം കിഡ്നിക്ക് ഒരു രോഗം വരുമ്പോൾ ഇതൊന്നും ശരീരം അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് കിഡ്നി രോഗം വരുന്നവർ ഉപ്പിൻ്റെ അളവ് കുറയ്ക്കണം, എണ്ണ മെഴുക്കിൻ്റെ അളവ് കുറയ്ക്കണം. അതായത് പപ്പടം, അച്ചാർ, ഇങ്ങനത്തെ അധികം ഉപ്പുള്ള സംഗതികൾ കുറയ്ക്കണം, എരിവ് കുറയ്ക്കണം, തേങ്ങ, വെളിച്ചെണ്ണയൊക്കെ കുറയ്ക്കണം. അതിന് പുറമേ പൊട്ടാസ്യത്തിൻ്റെ അളവ് അധികമുള്ള സംഗതികൾ ഒഴിവാക്കണം. അതായത് ചില പഴങ്ങൾ, ഓറഞ്ച്, മുന്തിരി, ഇളനീര്, മുസമ്പി, ഇതിലൊക്കെ പൊട്ടാസ്യം ഒരുപാട് അധികമാണ്. പൊട്ടാസ്യം അധികം ചെന്നാൽ അത് ഹാർട്ടിൻ്റെ താളത്തെ തെറ്റിക്കും. അപ്പോൾ കിഡ്നിക്ക് കുറച്ച് കേടുള്ളപ്പോൾ ഈ പൊട്ടാസ്യം യൂറിനിൽ കൂടെ പുറത്ത് പോകില്ല, അത് കെട്ടി നിൽക്കും. അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ പൊട്ടാസ്യം അധികമുള്ള, പ്രത്യേകിച്ച് ഇന്ദുപ്പ്, ചിലർ പറയും ഇന്ദുപ്പ് കഴിക്കാമെന്ന് പറയും. ഇന്ദുപ്പ് വളരെ കുഴപ്പമാണ്. ഇന്ദുപ്പ് പൊട്ടാസ്യം ക്ലോറൈഡാണ്. അത് ചെന്ന് കഴിഞ്ഞാൽ കിഡ്നിക്ക് അതിന് പുറത്ത് കളയാൻ ഒക്കില്ല. അപ്പോൾ ഇന്ദുപ്പ് പാടില്ല. പിന്നെ പൊട്ടാസ്യം അധികമുള്ള ഭക്ഷണങ്ങൾ, പഴങ്ങൾ, പഴവർഗ്ഗങ്ങൾ പാടില്ല. തേങ്ങയിൽ പൊട്ടാസ്യമുണ്ട്, പൊട്ടാറ്റോയ്ക്കകത്ത് പൊട്ടാസ്യമുണ്ട്. അപ്പോൾ അതൊക്കെ കുറയ്ക്കണം. നിർത്താനല്ല, എല്ലാത്തിൻ്റെ അളവ് കുറയ്ക്കണം. ആവശ്യത്തിനനുസരിച്ച് മാത്രമേ കഴിക്കാവൂ. പിന്നെ ഈ ഫാസ്റ്റ് ഫുഡുകളൊക്കെ ഏറ്റവും കുറയ്ക്കണം. ഒരു ദിവസം നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ളത് പ്രോട്ടീൻ, അതായത് മാംസ്യത്തിൻ്റെ അളവ് 1 കിലോഗ്രാമിന് 1 ഗ്രാമാണ് ആവശ്യം. അതായത് ഒരു പ്രായപൂർത്തി വന്ന ആൾക്ക് ഏകദേശം 35-40 ഗ്രാം വരെ ഒരു ദിവസം മാംസ്യം കഴിക്കാം. അത് മീനോ ഇറച്ചിയോ അല്ലെങ്കിൽ വെജിറ്റബിൾ പ്രോട്ടീൻ. അതേസമയം കിഡ്നിയുടെ അസുഖം വന്നാൽ 0.5 to 0.8 ഗ്രാമേ പാടുള്ളൂ. അത് ഏകദേശം 25-30 ഗ്രാമേ പാടുള്ളൂ. അതായത് ഇറച്ചി കുറയ്ക്കണം, മീൻ കുറയ്ക്കണം, അല്ലെങ്കിൽ മുട്ട കുറയ്ക്കണം, അതുപോലെ ചെറുപയർ, കടല, പരിപ്പ്, ഇങ്ങനെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കണം. അപ്പോൾ പ്രോട്ടീൻ കുറയ്ക്കണം, ഉപ്പ് കുറയ്ക്കണം, എണ്ണ മെഴുക്ക് കുറയ്ക്കണം, പൊട്ടാസ്യം അധികമുള്ള വസ്തുക്കൾ കുറയ്ക്കണം. ഇത് വളരെ പ്രധാനമാണ്. പിന്നെ അതുപോലെ വെള്ളത്തിൻ്റെ അളവ് ഡോക്ടർ പറയുന്ന അളവിലേ പാടുള്ളൂ.